കുറേ റീൽസിലൊക്കെ നമ്മൾ കണ്ടുമെടുത്തതാണല്ലേ മുട്ടയും മുളകും വെളുത്തുള്ളിയൊക്കെ വേവിച്ചിട്ട് ഇതുപോലെ പച്ചക്കറിയും ചിക്കനൊക്കെ ഇട്ടിട്ട് ഇതുപോലെ റാപ്പ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഈ റമദാനിൽ എങ്ങനെ ഇഫ്താറിൻ്റെ സമയത്ത് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ ഇഡ്ഡലി തട്ടിൽ വേവിക്കുന്നില്ല, ഇതുപോലെയാണ് വേവിക്കുന്നത് കേട്ടോ. ചിക്കൻ മാത്രം വേറെ വേവിച്ചും കുരുമുളക് പൊടി ഉപ്പും ഇട്ടിട്ട്, പിന്നെ അതുപോലെ തന്നെ മുട്ടയും അതുപോലെ വെളുത്തുള്ളിയും ഉണക്കമുളകും കൂടി ഇഡ്ഡലി തട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ മുട്ടയുടെ മഞ്ഞക്കുരു വേറെയും വെള്ള വേറെയായിട്ടാണ് കേട്ടോ അവനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല പോലെ ഇപ്പോൾ സ്റ്റീം ചെയ്തിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞക്കുരി ഞാൻ എടുത്തിട്ടില്ല, ഒരു മഞ്ഞക്കുരി എടുത്തിട്ടുള്ളൂ കേട്ടോ, മറ്റേ വെള്ള മാത്രമേ എടുത്തിട്ടുള്ളൂ. മഞ്ഞക്കുരി നമുക്ക് ഇടുമ്പോൾ വേറെ ടേസ്റ്റ് വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറ്റി കൊടുത്തതാണ് കേട്ടോ. പിന്നെ വെളുത്തുള്ളിയും പിന്നെ 3 ചുവന്ന മുളകും എടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ചീസ് ഇട്ട് കൊടുക്കുക. ഞാൻ മൊസറല്ല ചീസാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഒറിഗാനോ ഇട്ട് കൊടുത്തിട്ടുണ്ട്, മൊസറല്ല ചീസ്. പിന്നെ അതുപോലെ തന്നെ പാലും, നമുക്കിത് അരച്ചെടുക്കാനുള്ള പാലും കൂടി ചേർത്തിട്ട് നല്ല പോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതുപോലെ ചെറിയ പീസായിട്ട് പിച്ചെടുത്തിട്ട് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക, ക്യാരറ്റ്, പിന്നെ അതുപോലെ തന്നെ കസ് കുറച്ച് അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട്, ഉള്ളി കുറച്ച് ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യാരറ്റ്, കക്കരിക്ക, ഇത്രയും ആണ് വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊന്നുമില്ല, നമ്മൾ അരച്ച് വെച്ച ഈ ഇതുണ്ടല്ലോ മയോനൈസ്, അത് നമുക്ക് ഇതിലോട്ടിട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. മയോനൈസ് ഇതിലോട്ടിട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടോ. ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പുളി കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കട്ടോ. നമുക്ക് ഈ ഒരു ഇത് പേസ്റ്റ് ആക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിൽ ചെറുനാരങ്ങ നീര് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പുളി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിത് ഒഴിച്ച സമയത്ത് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാൻ മറന്നതായതുകൊണ്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നത്. ഇത് ഉപ്പൊക്കെ പാകമാണ്. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടെങ്കിൽ ചപ്പാത്തിയിൽ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ബ്രെഡ് ആണെങ്കിൽ ബ്രെഡ് ഞാൻ ബട്ടർ ഒന്ന് പിന്നെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വെച്ചിട്ട് നമുക്ക് ഒരു ബ്രെഡിൻ്റെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഈ ഫില്ലിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് മറ്റേ ബ്രെഡ് വെച്ചിട്ട് നമുക്ക് അങ്ങനെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. നമുക്ക് എണ്ണയില്ല പലഹാരമൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് ട്രൈ ചെയ്യാൻ പറ്റും. ഇഫ്താറിൻ്റെ സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഡിന്നറായിട്ടോ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി ഇതാണ് കേട്ടോ. പക്ഷേ ഞാൻ ചിക്കന് ഇഡ്ഡലി തട്ടിൽ വേവിച്ചിട്ടില്ല, ചിക്കൻ സെപ്പറേറ്റ് ആണ് വേവിച്ചെടുത്തത്. കാരണം എന്താ, ഇഡ്ഡലി തട്ടിൽ ആവിയിൽ വേവിച്ചെടുത്താൽ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ വേറെ സെപ്പറേറ്റ് വേവിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ്.